പണി പൂർത്തിയാക്കാത്ത വീടിട്ടാണ് രഞ്ജിത മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. പ്രവീൺ ഇപ്പോൾ ആ പണിതീരാത്ത വീടിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രവീൺ, എനിക്ക് തോന്നുന്നു ആ വീടിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായിരുന്നു. അടുത്ത മാസത്തേക്ക് വീട് കയറി താമസിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയാണ് രഞ്ജിത മടങ്ങുന്നത്. ഈ കുഞ്ഞുങ്ങളെ കണ്ട് ഒരു മാസത്തിനുള്ളിൽ അമ്മയും തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോകാം, ഈ കുഞ്ഞുങ്ങളെ കൂടി തിരിച്ച് ലണ്ടനിലേക്ക് കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്നൊക്കെയായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം എന്നാണ് അറിയുന്നത്. ഒരു സിംഗിൾ പേരൻ്റ് ആണ് രഞ്ജിത എന്നുള്ളത് തന്നെ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ താങ്ങാൻ കഴിയാവുന്നതിലും അധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ സഹോദരങ്ങളുണ്ട്, അമ്മയും അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീടിൻ്റെ ദൃശ്യങ്ങൾ, ഈ പുതുതായിട്ട് പണി കഴിപ്പിച്ച വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകർ കാണിക്കും. നോക്കൂ, അത് ഏകദേശം പണി പൂർത്തിയായിരിക്കുന്ന ഒരു ഘട്ടമാണ് അല്ലേ പ്രവീൺ? അതെ അരുൺ, നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. കാരണം രഞ്ജിതയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട് എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ സർവീസിൽ നിന്നും കുറച്ചു കാലത്തേക്കെങ്കിലും അവധിയെടുത്ത് വിദേശത്ത് ആ ഒരു ജോലിക്കായി രഞ്ജിത പോയത്. ഇപ്പോൾ നമുക്ക് കാണാം പണി ഏകദേശം 80% പൂർത്തിയായതാണ്. മരപ്പണി ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നിരുന്നു. അടുത്ത മാസത്തേക്ക് ആ വീട്ടിൽ കയറി താമസിക്കാം എന്ന ഒരു പ്രതീക്ഷ രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് രഞ്ജിത കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മടങ്ങിയത്. ഇപ്പോൾ കാണുന്ന ആ വീടിൻ്റെ ഇടതുവശത്തായിട്ടാണ് കുടുംബ വീടുള്ളത്. അവിടെയാണ് രഞ്ജിതയുടെ അമ്മയും 2 മക്കളും ഇപ്പോഴുള്ളത്. ഇവർ ഏതാനും നാളുകൾക്ക് മുമ്പ് കോന്നി ഭാഗത്ത് മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടെ നിന്നും അവർ ആ പുരയിടമൊക്കെ വിറ്റ് ആ പണം കൂടി സ്വരൂപിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് പോയത്. രഞ്ജിത നമ്മൾ ഇന്നലെ ഇവിടെയുള്ള ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു, സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. കഠിനാധ്വാനിയായിരുന്നു, കുടുംബത്തിന് വേണ്ടി വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്ന ഒരു യുവതി കൂടിയായിരുന്നു. ഇന്നലെ കൂട്ടുകാരികളൊക്കെ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം ഇനിയിപ്പോൾ വിദേശത്തെ ജോലി തൽക്കാലം അവിടെ നിന്ന് മാറി സർക്കാർ സർവീസിലേക്ക് തന്നെ തിരികെ വന്ന് ഇവിടെ കുഞ്ഞുങ്ങളോടും അമ്മയോടുമൊപ്പം കഴിയണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അപ്പോൾ ആ കാണുന്നത് രഞ്ജിതയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു, വലിയ ഒരു വീട് തന്നെയാണ്. നമ്മൾ ഈ ഭാഗത്തൊക്കെ ആളുകളുമായി ചോദിച്ചപ്പോൾ ആ വീടിൻ്റെ നിർമ്മാണം തകൃതിയായി നടക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ആ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു രഞ്ജിതയുടെ കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ അമ്മയും രഞ്ജിതയും എല്ലാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് മടങ്ങിപ്പോയപ്പോഴും അയൽപ്പക്ക ആളുകളോടൊക്കെ പറഞ്ഞിരുന്നു, വീട് കയറി താമസം നമുക്ക് നല്ല രീതിയിൽ നടത്തണം, ഞാൻ ഉടൻ തന്നെ മടങ്ങി വരും എന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ പുല്ലാട്ടെ ഈ വീട്ടിൽ നിന്നും കുടുംബ വീട്ടിൽ നിന്നും രഞ്ജിത കഴിഞ്ഞ ദിവസം മടങ്ങിയത്. രഞ്ജിത പന്തളത്താണ് നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം കുറച്ചുനാൾ ഗുജറാത്തിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കുവൈറ്റിലും കുറച്ചുനാൾ നഴ്സായി ജോലി ചെയ്തിരുന്നു. അതിനിടെ സർക്കാർ PSC പരീക്ഷ എഴുതിയാണ് സർക്കാർ സർവീസിൽ സ്റ്റാഫ് നഴ്സായി ചേർന്നത്. അത് ഈ വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലായിരുന്നു സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തിരുന്നത്. ആ സമയത്താണ് അവധിയെടുത്ത് UK പോയത്. പക്ഷേ UK കാലാവസ്ഥ രഞ്ജിതയ്ക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് സുഹൃത്തുക്കളുമായി പറഞ്ഞിരുന്നു, എനിക്ക് അവിടെ കാലാവസ്ഥ പിടിക്കുന്നില്ല, അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. മറ്റൊന്ന്, ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുന്നു, അവർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇനി ഉന്നത വിദ്യാഭ്യാസം അതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് അവർക്ക് തൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരികെ വന്ന് സർക്കാർ സർവീസിലേക്ക് തന്നെ തിരികെ കയറുകയാണെന്നൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഈ ഏറ്റവും ഒടുവിൽ വന്നത് 4 ദിവസത്തെ അവധിക്ക് മാത്രമായിരുന്നു. ഒരു ഒപ്പ് സാങ്കേതികമായിട്ട് ഇട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് 4 ദിവസത്തേക്ക് രഞ്ജിത വന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായിരുന്നു. അമ്മ പോയി പെട്ടെന്ന് തന്നെ മടങ്ങി വരും, ഇനി അമ്മ വീടിനടുത്തുള്ള ആശുപത്രിയിൽ തന്നെയാണല്ലോ ജോലി ചെയ്യാൻ പോകുന്നത് എന്നൊരു സന്തോഷം, മനസ്സിലൊരു സന്തോഷം. പക്ഷേ നിർഭാഗ്യവശാൽ വലിയ ഒരു ദുരന്തമായ ഒരു സങ്കടമായിട്ട് മാറുകയായിരുന്നു. പ്രവീൺ തുടരണം അവിടെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ മറ്റു ചില പ്രമുഖരൊക്കെ അവിടെ വീട്ടിലെത്താനുള്ള സാധ്യതയുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ സ്വകാര്യതയെ മാനിച്ച ആ ദൃശ്യങ്ങളോ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളോ നമ്മൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ ഇന്നലെ ആ സമയത്ത് വല്ലാതെ വൈകാരികമായൊരു രംഗമായിരുന്നു. അമ്മ ഈ വിവരം അറിയുന്നതോടുകൂടി തകർന്നു പോവുകയാണ്. കാര്യം ഈ രഞ്ജിതയുടെ അമ്മയും ഈ 2 കുഞ്ഞുങ്ങളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സിംഗിൾ പേരൻ്റായ ഈ രഞ്ജിത വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ഒമാനിലായിരുന്നു, അതിനുശേഷം കോഴഞ്ചേരി ആശുപത്രിയിൽ നഴ്സായിട്ട് ജോലി കിട്ടി. അതിനുശേഷം
ഈ കുഞ്ഞുങ്ങളെ കൂടി ലണ്ടനിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. 5 വർഷത്തെ ലീവ് എടുത്ത് UK-യിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഇപ്പോൾ രഞ്ജിതയെ തേടിയെത്തിയത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയ ജോലി, അതിൻ്റെ ഭാഗമായി ഒരു വീട് വെച്ച് ആ വീടിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ച് വീട് കയറി താമസത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന വേളയിലാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇനി അമ്മയും ഈ 2 കുഞ്ഞുങ്ങളും ഈ രഞ്ജിതയുടെ 2 സഹോദരങ്ങളും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്.